ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കരാഞ്ചി ലേക്കിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ബെന്നർഘട്ട നാഷണൽ പാർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പ്ലേസ് ആണ് ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ വല്ലാണ്ട് ലേറ്റായി. ഇനി നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിന്ന് തിരിച്ചു പോകാനും ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചൊരു പ്ലേസാണ് ഇത്. നടന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. മരങ്ങളായിട്ടും ചെടികളായിട്ടും ഒക്കെ പാർക്ക് തന്നെ വലുതാണ്. പക്ഷെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടേക്കുള്ള ഓട്ടമാണ്. എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ വേഗം കയറാമെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വേറെ കാഴ്ചകളൊന്നും കാണാൻ നിൽക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയെന്നല്ലേ, അതൊക്കെ കിട്ടി. കാര്യം അപ്പുറത്തും ഇപ്പുറത്തും നോക്കുമ്പോഴൊക്കെ ഒരുപാട് സ്ഥലവും ചെടികളൊക്കെ കാണാനുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ലേക്ക് കാണാനുണ്ട് കേട്ടോ. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയുടെ അവിടെ എത്താനായിട്ട് പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബോട്ടിങ് മാത്രമല്ല ഉള്ളത് കേട്ടോ. ഒരു നാച്ചുറൽ ബട്ടർഫ്ലൈ പാർക്കും അതുപോലെ തന്നെ വലിയൊരു മ്യൂസിയം ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കതൊന്നും കാണാൻ നേരമില്ല. നമ്മൾക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, എത്രയും പെട്ടെന്ന് ബോട്ടിങ്ങിലേക്ക് എത്തണമെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ മുന്നേ വന്നവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം തന്നെ ചാടി പളഞ്ഞ് നമുക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടോ. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം വന്നു കഴിഞ്ഞവരുടെ ബോട്ടും അതുപോലെ തന്നെ അവരുടെ ജാക്കറ്റൊക്കെ കിട്ടിയിട്ട് വേണം നമുക്ക് അതിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള വെയിറ്റിംഗ് ആണ് ഇനി. അതിനിടയ്ക്ക് നമുക്ക് കുറേ ഫോട്ടോ എടുക്കാനും വീഡിയോസിനും ഒക്കെ സമയം കിട്ടി. സാധാരണ നമ്മൾ എവിടെയെങ്കിലും ബോട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഗാർഡ് എപ്പോഴും ബോട്ടിൽ നമ്മളെ കൂടെ ഉണ്ടാവുമല്ലോ. ആ ഒരു വിശ്വാസത്തിലാണ് എല്ലാവരും കൂട്ടം കൂടിയിട്ട് 4ഉം 5ഉം ആളൊക്കെ ആയിട്ട് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ആ തുരുത്ത് പോലത്തെ ആ സ്ഥലം കാണല്ലേ, ദ്വീപ് പോലെ, അതിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങിയിട്ട് നമുക്ക് ബോട്ടുമായിട്ട് ഇങ്ങനെ വരാം. ബോട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ ചവിട്ടി നീക്കുന്ന ബോട്ടാണ് കേട്ടോ. 2 തരത്തിലുള്ളത് ഇവിടെ കണ്ടു. 2 പേരിരിക്കുന്നതും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 5-8 ആൾ കൂടി നിൽക്കണേലും കണ്ടു. ഞങ്ങൾ എന്തായാലും കൂട്ടായിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. 1-2 ബോട്ടൊന്നുമല്ല കേട്ടോ, ഒരുപാട് ബോട്ടുകളുണ്ട്. പക്ഷേ അതിൽ എന്താ സംഭവം ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിൽ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചവിട്ടി നീക്കണം. നമ്മളെ കൂടെ വേറെ അവിടുത്തെ ഗാർഡുകളോ ആൾക്കാരോ ആരും കയറുന്നില്ല. വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങാനൊന്നും അവർ സമ്മതിച്ചില്ല. ഞങ്ങളോട് പറഞ്ഞു അവിടെ തന്നെ നിന്നാൽ മതി, ബോട്ടിങ്ങിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മാത്രം താഴേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കരയ്ക്ക് ഇങ്ങനെ കൂട്ടം കൂടി നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം നമ്മളും ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ എനിക്കെന്താ വീഡിയോ എന്നെ കാണാൻ പറ്റാത്തതെന്നറിയോ? കാരണം അവസാനം ചവിട്ടി കയറിയിരിക്കുന്ന ആ ഭാഗത്ത് ചാടി കയറിയ സമയത്ത് എനിക്കാണ് ഒരെണ്ണം ചവിട്ടാൻ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചവിട്ടണോ വീഡിയോ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ കാരണം കണ്ട് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ബോട്ട് പോണില്ല. കാരണം നമ്മൾ ചവിട്ടൽ അവിടെ നിൽക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റി. പിന്നെ പുറത്തുനിന്ന് കണ്ടു നിൽക്കുന്ന രസമൊന്നുമില്ല കേട്ടോ. ചവിട്ടി നീക്കാൻ വലിയ പാടാണ്. കാരണം വെള്ളത്തിൽ നമ്മൾ ചവിട്ടണത് ഒരു സ്ഥലത്തേക്കും സംഭവം പോണത് വേറൊരു ഭാഗത്തേക്കാണ്. അപ്പം നമ്മൾ ആ ദ്വീപ് പോലെ കണ്ടതിൻ്റെ അപ്പുറത്തു കൂടെ പോന്നു. അപ്പുറത്തു കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ ഒരു വലിയൊരു ഫൗണ്ടേഷൻ കാണാൻ പറ്റും. ഇപ്പം അത് ഓഫാണ് കേട്ടോ. പെട്ടെന്നാണ് നമ്മൾ അതിൻ്റെ അടുത്തൊക്കെ എത്തുന്ന സമയത്ത് അതിങ്ങനെ സ്റ്റാർട്ടായി വരുന്നുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു. കാരണം ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങി വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളുടെ ആരോഗ്യം പോലെ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടി ആഞ്ഞു പിടിച്ചൊരു വിധത്തിലാണ് നമ്മൾ കരയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് മ്യൂസിയത്തിലേക്കൊന്നും ഞങ്ങൾക്ക് പോകാനുള്ള ടൈമില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ഈ ഗാർഡനിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഇന്നത്തോടു കൂടി നമ്മളെ ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. ഇത് ലാസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ നേരിട്ടിട്ട് നമ്മുടെ നാട്ടിലേക്ക് നീങ്ങുകയാണ്. അപ്പം 3-4 വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഈ അപ്ലോഡ് ചെയ്തത് കംപ്ലീറ്റ് നമ്മളെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെയാണ് കേട്ടോ. സ്റ്റാഫ് ടൂർ ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവരുടെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷത്തെ സ്റ്റാഫ് ടൂറൊക്കെ കഴിഞ്ഞു, നമ്മളെ അക്കാദമിക് ഇയറും കഴിഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഏകദേശം ഈ കരാഞ്ചി ലേക്കിൻ്റെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നല്ല പ്ലേസൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരിട്ട് വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറെ പ്ലേസിൻ്റെയും അതുപോലെ തന്നെ വേറെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.